നിർണായക യു.ഡി.എഫ് ഏകോപന സമിതി നാളെ തിരുവനന്തപുരത്ത് ചേരും. സീറ്റ് വിഭജനത്തിൽ അന്തിമ തീരുമാനം യോഗത്തിലുണ്ടാകും. മൂന്നാം സീറ്റ് ആവശ്യത്തിൽ ഉറച്ചുനിൽക്കുന്ന മുസ്ലിം ലീഗ് നിലപാടെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. മുസ്ലിം ലീഗ് മൂന്നാം സീറ്റ് ആവശ്യത്തിൽ ഉറച്ചുനിന്നതോടെ വഴിമുട്ടിയ യു.ഡി.എഫ് സീറ്റ് വിഭജനം ഉടൻ പൂർത്തിയാകും. നാളെ ചേരുന്ന യു.ഡി.എഫ് ഏകോപന സമിതി അന്തിമ തീരുമാനമെടുക്കും. അധിക സീറ്റ് ആവശ്യപ്പെട്ട ലീഗിനെ അനുനയിപ്പിക്കാനാണ് കോൺഗ്രസ് നീക്കം. മൂന്നാം സീറ്റില്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ലീഗ് ഉറച്ചുനിന്നാൽ സീറ്റ് ചർച്ചകൾ വഴിമുട്ടും. പ്രതിപക്ഷ നേതാവും കെ.പി.സി.സി അധ്യക്ഷനും ലീഗ് നേതാക്കളുമായി ആശയവിനിമയം നടത്തും. ലീഗ് നിലപാട് മയപ്പെടുത്തുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷ. നാളെ ലീഗ് യോഗം തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. കോൺഗ്രസ് നിലപാട് ചർച്ച ചെയ്യും. യോഗ തീരുമാനം യു.ഡി.എഫ് യോഗത്തെ അറിയിക്കും. കേരള കോൺഗ്രസ് ജോസഫ് RSP ഉഭയകക്ഷി ചർച്ചകൾ നേരത്തെ പൂർത്തിയായതാണ്. ലീഗ് വഴങ്ങിയാൽ 16 സീറ്റുകളിൽ മത്സരിക്കാനാണ് കോൺഗ്രസ് തീരുമാനം. നാളെ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയാൽ പിന്നാലെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കും. മുസ്ലിം ലീഗ് കേരള കോൺഗ്രസ് ജോസഫ് RSP സ്ഥാനാർത്ഥികളെ നാളെയോ മറ്റന്നാളോ പ്രഖ്യാപിച്ചേക്കും. കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയും ഏറെ വൈകില്ല. 15-ന് ദില്ലിയിൽ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. തർക്കമില്ലാത്ത സീറ്റുകളിൽ ആദ്യ റൌണ്ടിൽ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് സാധ്യത. റിപ്പോർട്ടർ, തിരുവനന്തപുരം.